നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ സ്ഥലത്ത് കൂടെ വൈദ്യുതി ലൈൻ വലിക്കാൻ സാധിക്കുമോ? അങ്ങനെ നമ്മുടെ അനുവാദമില്ലാതെ വൈദ്യുതി ലൈൻ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ സ്ഥലത്തൂടെ വൈദ്യുതി ലൈൻ വലിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം സാധിക്കും എന്നാണ്. കാരണം 2003 ഇലക്ട്രിസിറ്റി ആക്ടിലെ സെക്ഷൻ 164 ടെലഗ്രാഫ് ആക്ടിലെ സെക്ഷൻ 10 ഈ അധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ആക്ടുകൾ പ്രകാരം നമ്മുടെ സ്ഥലത്ത് ഏത് തരത്തിലുള്ള ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ സ്ഥാപിക്കാനും നമ്മുടെ സ്ഥലത്തൂടെ വൈദ്യുതി ലൈനുകൾ വലിക്കുന്നതിനും ഇലക്ട്രിസിറ്റി ബോർഡിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിന് വസ്തു ഉടമയുടെ കൺസെന്റ് വേണമെന്നില്ല. വസ്തു ഉടമയുടെ സമ്മതം കൂടാതെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഇത് ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട്. പ്രൈവറ്റ് പാർട്ടിക്ക് നമ്മുടെ സ്ഥലത്തൂടെ ഇലക്ട്രിക് ലൈൻ വലിക്കാമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള അധികാരവും ഈ വകുപ്പുകൾ പ്രകാരമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായേക്കാം. നമ്മുടെ സ്ഥലത്ത് അതിക്രമിച്ചു കയറി വൈദ്യുതി ലൈൻ സ്ഥാപിക്കുകയോ വൈദ്യുതി പോസ്റ്റ് ഇടുകയോ ചെയ്താൽ നമ്മുടെ വസ്തുവിന്റെ മൂല്യം കുറയുകയും വിലയിടിവ് ഉണ്ടാവുകയും ചെയ്യുകയില്ലേ? അത് ന്യായമാണോ എന്ന്. ശരിയാണ്. നമ്മുടെ സ്ഥലത്തൂടി വൈദ്യുതി ലൈൻ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാതെ വരും. അതേപോലെ തന്നെ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനും സാധിക്കാതെ വരും. മാത്രമല്ല ആ സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഇടയ്ക്കിടെ കയറി വളർന്നു വരുന്ന മരങ്ങൾ വെട്ടിനീക്കുകയും ചെയ്യും. ഇങ്ങനെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമുക്ക് ജില്ലാ മജിസ്ട്രേറ്റിന് ഒരു പരാതി നൽകാൻ സാധിക്കും. വൈദ്യുതി ലൈൻ വലിക്കുന്നതിനെതിരായിട്ടുള്ള പരാതിയല്ല, നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരാതി ജില്ലാ മജിസ്ട്രേറ്റിന് നൽകാവുന്നതാണ്. ഈ അപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കാൻ ജില്ലാ മജിസ്ട്രേറ്റായ ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ടായിരിക്കും. ഈ അപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കാൻ ജില്ലാ മജിസ്ട്രേറ്റായ ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ടായിരിക്കും. നഷ്ടപരിഹാരം കണക്കാക്കുന്നത് പൊന്നും വില നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള അതേ നടപടി അനുസരിച്ചാണ്. ജില്ലാ കളക്ടർ തീരുമാനിക്കുന്ന നഷ്ടപരിഹാര തുകയിൽ വസ്തു ഉടമ തൃപ്തനല്ലെങ്കിൽ ജില്ലാ കോടതിയെ സമീപിച്ച് കൂടുതൽ നഷ്ടപരിഹാര തുകയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ജില്ലാ കോടതി ന്യായമായ ഒരു നഷ്ടപരിഹാര തുക വിധിക്കുന്നതാണ്. വസ്തു ഉടമ അതിലും തൃപ്തനല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അനുവാദമില്ലെങ്കിലും നമ്മുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തൂടെ വൈദ്യുതി ലൈൻ വലിക്കുന്നതിനും വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനും ഇലക്ട്രിസിറ്റി ബോർഡിന് അധികാരമുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ്. ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഈ വിവരം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.